സുരാട്ട ഗംഭീരായി തകർത്തുവാരിയില്ലേ ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ കാര്യം യാതൊരു പരാതി ഉണ്ടായില്ല. നല്ല പങ്കാളിത്തം ഉണ്ടായി. പ്രശ്നത്തിലുള്ള ഇവിടെ ഞങ്ങൾ തൃശ്ശൂർക്കാരെ ഭാഷയിൽ പറഞ്ഞ കൂഴിട്ട താഴാത്ത രീതിയിലുള്ള ജനങ്ങളായിരുന്നു. ഒരു അലമ്പുമില്ല, ഒരു പ്രശ്നമില്ല. സാധാരണ ഇങ്ങനെ മോഹൻലാലൊക്കെ വന്ന് പ്രശ്നമിക്കുമ്പോൾ ഭയങ്കര ബഹളങ്ങളില്ല. എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ഒരു പ്രശ്നങ്ങളില്ലാതെ ഞങ്ങളിത് തകർക്കുന്നു. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞ ആൾക്കാർ പയ്യെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. വലിയ ആവേശമായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഓരോ സമ്മാനം വിളിക്കുമ്പോഴും BSS ഗുരുകുലം ആ സ്കൂളായിരുന്നു ഏറ്റവും കൂടുതൽ പോയിട്ട് നേടിയ വ്യക്തിഗത ചാമ്പ്യൻ. അത് 13 വർഷം തുടർച്ചയായിട്ട് ആ സ്കൂൾ തന്നെയാണ് കപ്പ് നേടിയത്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ വിളിക്കുമ്പോൾ വലിയ ആവേശം ഇവിടങ്ങളുണ്ടായി. ലാലേട്ടൻ വരുമ്പോഴും പോകുമ്പോഴൊക്കെ വലിയ ആവേശം ഉണ്ടായി. പ്രതിപക്ഷ VD സതീശനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇന്ന് രാവിലെ ഒക്കെ കേട്ടുള്ള പ്രതികരണങ്ങളുടെ തുടർ പ്രതികരണം എന്ന മട്ടിൽ പ്രതീക്ഷിക്കപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വളരെ ഹ്രസ്വമായ പ്രസംഗം മാത്രമായിരുന്നു അവിടെ ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏത് രീതിയിലാണ് ഇപ്പോൾ സിയ ഫാത്തിമ അടക്കം കാര്യം എടുത്തു. നമുക്കറിയാം, ഓർമ്മയുണ്ട്, സിയ ഫാത്തിമ ഈ കലോത്സവത്തിൻ്റെ ഒരു ചരിത്രതാരമാണ്. സിയ ഫാത്തിമ വീട്ടിലിരുന്നുകൊണ്ട് ഈ വിനോത്സവത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അടുത്ത തവണ ആകുമ്പോഴേക്കും മാനുവൽ മാറ്റങ്ങൾ അടക്കമുള്ള കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. ഏത് രീതിയിലാണ് സിയ ഫാത്തിമയ്ക്ക് അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിലവിലെ ചട്ടങ്ങൾക്ക് അപ്പുറത്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം കൊടുക്കേണ്ടി വന്ന സാഹചര്യം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ VD സതീശൻ V ശിവൻകുട്ടിയെ ആ ഉദ്യമത്തിന് പ്രത്യേകം പേരെടുത്തവർ അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടു. അങ്ങനെ നല്ല കുറേ കാഴ്ചകൾ, നല്ല കുറേ പ്രതികരണങ്ങൾ കണ്ട സമാപന സമ്മേളനം പൂർത്തിയാക്കിയത് ലാലേട്ടൻ്റെ മടങ്ങാണ്. ലാലേട്ടൻ മടങ്ങാണ് ഇവിടെ. ഇവിടെ ഒരു വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ BA ഹീറോ എന്ന് പറഞ്ഞ നോ ടു ഡ്രഗ്സ് എന്നൊരു സന്ദേശം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ആ പവലിയനിൽ കൂടി കയറി ലാലേട്ടൻ ഇതവിടെ വാഹനം നിൽക്കുന്നു. അങ്ങോട്ടേക്ക് മടങ്ങാണ്. ഈ ദിവസങ്ങൾ അത്രയും ഈ പറയുന്ന BA ഹീറോസ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ പവലിയൻ ഉണ്ടായിരുന്നു. ഉറപ്പായും വല്ലാത്ത കാലമാണ്. ലഹരിക്ക് കുട്ടികൾ അടിപ്പെട്ടു പോകുന്ന കാലം. ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ഒക്കെ അങ്ങ് ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നൊരു കാലത്താണ് ഈ പൗലിയൻ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ആ പൗലിയൻ 7 ദിവസവും അങ്ങനെ ലഹരിക്കെതിരെ, ഈ 4 ദിവസവും ലഹരിക്കെതിരെ ബോധവൽക്കരണം ഇവിടെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ മടങ്ങിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.